നമുക്ക് ഇനി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. പവർ. ഈ ചാപ്റ്ററിൻ്റെ പേര് വർക്ക്, എനർജി, പവർ എന്നുള്ളതാണ്. വർക്ക് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആൻഡ് യൂസിങ് വർക്ക് വി ക്യാൻ എസ്റ്റിമേറ്റ് എനർജി എന്ന് നമ്മൾ മനസ്സിലാക്കി. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് പവർ. പവർ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ്. മലയാളത്തിൽ പറയുമ്പോൾ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെരി സിമ്പിൾ, ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അപ്പോൾ നമ്മൾ ഇത്ര സമയം കൊണ്ട് ഇത്ര വർക്ക് ചെയ്തു, അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് സമയം കൊണ്ട് എത്ര വർക്ക് ചെയ്യപ്പെട്ടു എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. യൂണിറ്റ് സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കത് മണിക്കൂറിൽ പറയാം, നിങ്ങൾക്കത് സെക്കൻഡിൽ പറയാം, നിങ്ങൾക്കത് മിനിറ്റിൽ പറയാം. അപ്പോൾ യൂണിറ്റ് സമയം കൊണ്ട് എത്ര വർക്ക് ചെയ്തു എന്ന് പറയുന്നതാണ് ബേസിക്കലി പവർ എന്നുള്ളത്. അപ്പോൾ ഇത്ര സമയം കൊണ്ട് ഇത്ര വർക്ക് ചെയ്തു എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നിരക്ക് എത്രയാണ് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗിവൺ ടൈം ഇൻ്റർവെൽ കൊണ്ടോ എത്ര വർക്കാണ് അവിടെ സ്പെൻഡ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ശ്രദ്ധിക്കുക, 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഓരോ യൂണിറ്റ് സെക്കൻഡുകളിലും അല്ലെങ്കിൽ യൂണിറ്റ് മിനിറ്റിലും അല്ലെങ്കിൽ യൂണിറ്റ് മണിക്കൂറുകളിൽ ഏതാ യൂണിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം, നോ പ്രോബ്ലം. SI സിസ്റ്റത്തിൽ യൂണിറ്റ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർ സെക്കൻഡാണ്. അപ്പോൾ യൂണിറ്റ് സമയം കൊണ്ട് എത്ര വർക്ക് ചെയ്തു എന്ന് പറയാം. ദ സെയിം തിങ് ക്യാൻ ബി സേ ദാറ്റ് യൂണിറ്റ് സമയം കൊണ്ട് എത്ര എനർജി സ്പെൻഡ് ചെയ്തു. കാരണം നമുക്കറിയാം വർക്ക് ചെയ്യാനുള്ള കഴിവാണ് എനർജി അല്ലെങ്കിൽ ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ചെയ്തു എന്ന് പറയുന്നതും എനർജി സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നതും ഈക്വലൻ്റ് ആണ്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് യൂണിറ്റ് സമയം കൊണ്ട് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് പോലെ യൂണിറ്റ് സമയത്തിൽ എത്ര എനർജി സ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതും ഈ പവർ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പരിധിയിൽപ്പെടുന്നതാണ്. സോ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് സ്പെൻഡിങ് എനർജി എന്നും പറയാം. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, പ്രവൃത്തി ചെയ്തതിൻ്റെ നിരക്ക്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് സ്പെൻഡിങ് വർക്ക്, ഊർജം ചെലവഴിച്ചതിൻ്റെ നിരക്ക് എന്നുള്ള രീതിയിൽ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു ആവറേജ് പവർ കാണുന്ന ഒരു സന്ദർഭം ആലോചിക്കുക. അപ്പോൾ നമ്മൾ W എമൗണ്ട് ഓഫ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് എന്ന് കരുതുക. ക്യാപിറ്റൽ W എമൗണ്ട് ഓഫ് വർക്ക് ചെയ്തു യൂസിങ് ദ ടൈം T സമയം കൊണ്ട് W ചെയ്തെങ്കിൽ ദ ആവറേജ് വർക്ക്, സിമ്പിളായിട്ട് നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ, ആവറേജ് വർക്ക് എന്ന് പറയുന്നത് W/T ആണ്. വർക്ക് ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം. ദ സെയിം തിങ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എനർജി സ്പെൻഡഡ് ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ. സ്പെൻഡ് ചെയ്ത എനർജി ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ ചെയ്താലും നമുക്ക് ഇത് തന്നെയാണ് കിട്ടുന്നത്. സോ ആവറേജ് പവർ ഇസ് W/T അല്ലെങ്കിൽ E/T എന്ന് പറയാം. അപ്പോൾ 2 രീതിയിൽ പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. അപ്പം W എമൗണ്ട് ഓഫ് വർക്ക് T സമയം കൊണ്ട് ചെയ്തെങ്കിൽ W/T യൂണിറ്റ് സമയം കൊണ്ട് ചെയ്ത വർക്ക് അതാണ്. ഇപ്പം E എമൗണ്ട് ഓഫ് എനർജി T സമയം കൊണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ E/T എന്ന് പറയുന്നത് ആ സമയം കൊണ്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള എനർജിയാണ്. മനസ്സിലായല്ലോ? ദിസ് ഈസ് ദ ഐഡിയ ഓഫ് ആവറേജ് പവർ. ആവറേജ് പവറിൻ്റെ ഐഡിയ ഇതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇൻസ്റ്റൻറ്റേനിയസ് പവർ പറയാമെന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും അറിയാം ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ്? വിത്ത് യൂസിങ് ഡിഫറൻസിയേഷൻ, അല്ലേ? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി dx/dt, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ dv/dt. അപ്പോൾ എല്ലാം ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് പറയുമ്പം യൂസിങ് ഡിഫറൻഷ്യൽ നൊട്ടേഷൻ, ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എങ്ങനെ പറയാം? ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഇസ് ഈക്വൽ ടു dW/dt. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറയുന്നത്. dW/dt ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ ഒരു ചെറിയ ടൈം ഇൻ്റർവൽ കൺസിഡർ ചെയ്യുക, ദാറ്റ് ഈസ് dt എന്ന് പറയുന്ന ടൈം ഇൻ്റർവൽ. ഈ സമയം കൊണ്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള വർക്ക് ദാറ്റ് ഈസ് dW. ഇപ്പോൾ dt സമയം കൊണ്ട് സ്പെൻഡ് ചെയ്ത വർക്ക് dW ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അറ്റ് ദാറ്റ് ടൈം ഇസ് dW/dt അല്ലെങ്കിൽ d/dt ഓഫ് W, എങ്ങനെ വേണമെങ്കിലും അത് പറയാം. ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് വർക്ക്. ഓർ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് dE/dt. ഇങ്ങനെ പറഞ്ഞാലും മതി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി ഇങ്ങനെ പറഞ്ഞാലും മതി. ദാറ്റ് ഈസ് dE/dt ആണ് പവർ P എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ. മുകളിൽ എഴുതിയിട്ടുള്ളത് ആവറേജ് പവർ ആണ്. ദെൻ ക്യാൻ യു സേ ദ യൂണിറ്റ് ഓഫ് പവർ? യൂണിറ്റ് ഓഫ് പവർ എങ്ങനെ പറയാം? വർക്കിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ജൂളാണ്, ഡിവൈഡഡ് ബൈ ടൈം. സോ ജൂൾ പെർ സെക്കൻഡ്.
So it can be written as joule per second. This is the unit of power. ഇനി ഈ ജൂൾ പെർ സെക്കൻഡിന് വാട്ട് എന്നുള്ള യൂണിറ്റും കൂടെ പറയാറുണ്ട്. സോ 1 ജൂൾ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 1 വാട്ട്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ W. W എന്നുള്ള ലെറ്റർ കൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത് 1 വാട്ട്. സോ വാട്ട് ഈസ് 1 വാട്ട്? 1 വാട്ട് ഇസ് ഈക്വൽ ടു 1 ജൂൾ പെർ സെക്കൻഡ്. 1 ജൂൾ പെർ സെക്കൻഡിനെയാണ് 1 വാട്ട് എന്ന് പറയുന്നത്. വാട്ട് ഇറ്റ് മീൻസ്? ഒരു സിസ്റ്റം ഓരോ സെക്കൻഡിലും 1 ജൂൾ എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട് കരുതുക, അതാണ് 1 വാട്ട്. അല്ലെങ്കിൽ വർക്കിൻ്റെ ടേംസിൽ പറയാം, ഒരു സിസ്റ്റത്തിൽ ഒരാൾ ഓരോ സെക്കൻഡിലും 1 ജൂൾ എമൗണ്ട് ഓഫ് എനർജി വർക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 വാട്ട് എന്ന് പറയാം. അപ്പം ഓരോ സെക്കൻഡിലും 1 ജൂൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 1 വാട്ടാണ് അയാളുടെ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ സിസ്റ്റം സ്പെൻഡ് ചെയ്യുന്ന എനർജിയുടെ ടേംസിൽ പറയാം, വിച്ച് മീൻസ് ഓരോ സെക്കൻഡിലും 1 ജൂൾ എനർജി വെച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 വാട്ട് ആണതിൻ്റെ വാട്ടേജ്, അതായത് പവർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും 60 വാട്ടിൻ്റെ ബൾബ്, 100 വാട്ടിൻ്റെ ബൾബ് എന്നൊക്കെ കേൾക്കും അല്ലേ? പഴയ ഇൻകാൻഡിസൻ ലാമ്പുകൾ 60 വാട്ടിൻ്റെ ബൾബ്, 100 വാട്ടിൻ്റെ ബൾബ്. നമ്മുടെ അയൺ ബോക്സ് 1500 വാട്ടിൻ്റെ അയൺ ബോക്സ്. നമ്മുടെ വീട്ടിലുള്ള പല എക്യുപ്മെൻറ്റുകളും 1000 വാട്ടിൻ്റെ അയൺ ബോക്സ് ഉണ്ട്. 150 ആൻഡ് 1500 വാട്ടിൻ്റെ അയൺ ബോക്സുകളുണ്ട്, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സുകളുണ്ട്, ഹോം അപ്ലയൻസസ് ഉണ്ട്. വാട്ട് ഇറ്റ് മീൻസ്? ഫോർ എക്സാമ്പിൾ 1000 വാട്ടിൻ്റെ ഒരു ഹോം അപ്ലയൻസസ് കൺസിഡർ ചെയ്യാം. വാട്ട് ഇറ്റ് മീൻസ്? ഓരോ സെക്കൻഡിലും 1000 ജൂൾ എനർജിയാണ് അത് സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. 100 വാട്ടിൻ്റെ ബൾബ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും 100 ജൂൾ എമൗണ്ട് ഓഫ് എനർജിയാണ് അത് സ്പെൻഡ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി ആണ് അത് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ബിക്കോസ് ഇറ്റ് ഈസ് വർക്കിംഗ് അണ്ടർ ഇലക്ട്രിക്കൽ കണ്ടീഷൻ അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടാണ് ഇതിൻ്റെ യൂണിറ്റ്, dW/dt ആണ് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വർക്ക് കാണാനുള്ള ഇക്വേഷൻ. ദ സിമ്പിൾ ഡെഫിനിഷൻ ഇസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഓർ റേറ്റ് ഓഫ് സ്പെൻഡിങ് എനർജി. ഇതാണ് വാട്ടുമായി ബന്ധപ്പെട്ട, പവറുമായി ബന്ധപ്പെട്ട കാര്യം. ഈ വർക്ക് എന്ന് പറയുന്നത് നോക്കൂ എങ്ങനെ എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് F.S. ഇങ്ങനെ എഴുതാറുണ്ട്, F.S. ഇതാണ് വർക്ക്. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പവർ P ഇസ് ഈക്വൽ ടു d/dt ഓഫ്, ഇൻസ്റ്റെഡ് ഓഫ് W I can substitute F.S, right? F.S എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സപ്പോസ് ഫോഴ്സ് ഇസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ടൈം. ഫോഴ്സ് സമയത്തിനനുസരിച്ച് മാറുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറൻസിയേഷനിൽ നമുക്ക് ഫോഴ്സിനെ പുറത്തേക്ക് എടുക്കാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഫോഴ്സ് ഡോട്ട് ds/dt. ഓക്കെ, അപ്പോൾ ഫോഴ്സ് സമയത്തിനനുസരിച്ച് മാറുന്നില്ലാത്ത സന്ദർഭത്തിലാണ് നമുക്കിത് പുറത്തെടുക്കാൻ കഴിയുന്നത്. ഇൻ സച്ച് കേസ് ഐ ക്യാൻ റൈറ്റ് F.ds/dt. വാട്ട് ഈസ് ds/dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലേ? എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ds/dt അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ് ഈസ് കോൾഡ് വെലോസിറ്റി. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് F.the velocity of the body. F.the velocity of the body. അപ്പോൾ ശ്രദ്ധിക്കൂ, F.S ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വർക്കാണ്. എന്നാൽ ഫോഴ്സും വെലോസിറ്റിയും തമ്മിലുള്ള, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? പവറാണ്. പവർ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ അത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് പവർ എന്ന് പറയുന്നത് സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. സോ പവർ ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി and it can be written as the dot product of force and velocity. ഇനി എങ്ങനെയാണ് ഫോഴ്സും വെലോസിറ്റിയും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക? സപ്പോസ് ഫോഴ്സ് നമുക്കതിൻ്റെ കമ്പോണൻറ്റ് ഫോമിൽ തന്നു എന്ന് കരുതുക. നോക്കൂ, ഫോഴ്സ് F is equal to എങ്ങനെ തന്നു? Fxi cap plus Fyj cap plus Fzk cap. അതിൻ്റെ കമ്പോണൻറ്റ് ഫോമിൽ Fx, Fy, Fz എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഫോംസിൽ തന്നു എന്ന് കരുതുക. അതുപോലെ തന്നെ വെലോസിറ്റിയും തന്നു. വെലോസിറ്റി V is equal to Vxi cap plus Vyj cap plus Vzk cap. നമുക്ക് 3 കമ്പോണൻറ്റ് ഫോമിൽ വെലോസിറ്റിയും തന്നു, ഫോഴ്സും തന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ F.V പവർ എങ്ങനെ കാണാം? പവർ P is equal to F. വെലോസിറ്റി ആണ്. ഇതെങ്ങനെ നമുക്ക് എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, അറിയാലോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ
അതിൻ്റെ കമ്പോണൻസുകൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എക്സ് കമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, വൈ കമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, സെഡ് കമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക: എഫ് എക്സ് വി എക്സ് പ്ലസ് എഫ് വൈ വി വൈ പ്ലസ് എഫ് സെഡ് വി സെഡ് എന്നാണ് കിട്ടുക. ആ ഐയും ജെയും കെയും ഒന്നും ഉണ്ടാവില്ല. എക്സ് കമ്പോണൻസിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, വൈ കമ്പോണൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെഡ് കമ്പോണൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇതായിരിക്കും എഫ് ഡോട്ട് വി കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. ഇനി കമ്പോണൻറ്റ് ഫോമിലല്ല, എഫിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് തന്നത്, വിയുടെ മാഗ്നിറ്റ്യൂഡാണ് തന്നത്, ആൻഡ് അവർ തമ്മിൽ മേക്കുന്ന ആംഗിളും തന്നു, വെലോസിറ്റിയും ഫോഴ്സും തമ്മിൽ മേക്കുന്ന ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റിട്ടേൺ ആസ് മോഡുലസ് ഓഫ് എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് വി ഇൻറ്റു cos theta. So modulus of F is magnitude of the force, modulus of V is magnitude of velocity, and theta is the angle between force and velocity. So power in the SI unit ne pattiyana nammal paranjathu. The SI unit of power is watt, and 1 watt is equal to 1 joule per second. ഇനി മറ്റൊരു യൂണിറ്റും കൂടെ ഉണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്, എസ്പെഷ്യലി നമ്മൾ മോട്ടോഴ്സ്, ഓട്ടോമൊബൈൽസ് ഒക്കെ പറയുന്നത് അത്തരം യൂണിറ്റുകളിലാണ്. ഇറ്റ് ഈസ് കോൾഡ് ഹോഴ്സ് പവർ. കുതിരശക്തി എന്ന് പറയും മലയാളത്തിൽ. സോ ഹോഴ്സ് പവർ. സോ 1 HP എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയാണ് എന്നുള്ളതാണ്. ദിസ് ഈസ് എ കൺവേർഷൻ. 1 HP ഈസ് ഈക്വൽ ടു 746 വാട്ട്. 746 വാട്ടാണ് ഒരു HP, ഒരു ഹോഴ്സ് പവർ അല്ലെങ്കിൽ കുതിരശക്തി എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ പണ്ട് ഡെവലപ്പ് ചെയ്തൊരു ഐഡിയ ആണ്. കാരണം ശക്തിയുള്ള മൃഗങ്ങളിൽ കുതിരയുടെ ആണല്ലോ ആളുകൾ സാധാരണ രീതിയിൽ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ മറ്റ് പർപ്പസുകൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ടേംസ് ഓഫ് ദാറ്റ്, അപ്പോൾ ആ ഒരു ടേമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഹോഴ്സ് പവർ HP എന്നാണ് പറയുക. സോ 1 HP 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ട് എന്നുള്ളത്. ഇനി പൊതുവെ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, വാട്ട് അവർ, പ്രത്യേകിച്ച് കിലോ വാട്ട് അവർ. അപ്പോൾ വാട്ട് അവർ ഇങ്ങനെ വാട്ട് അവർ WH എന്ന് എഴുതുന്നത്. ആൻഡ് ദിസ് ഇസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് പവർ. പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്ട് അവർ ഇസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് പവർ. പവറിൻ്റെ യൂണിറ്റ് അല്ല വാട്ട് അവർ എന്നുള്ളത്. കാരണം നിങ്ങൾ ആലോചിക്കൂ, വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ, അവർ ഇസ് ദ യൂണിറ്റ് ഓഫ് ടൈം. പവർ ഇൻറ്റു ടൈം അതെന്തായിരിക്കും, എനർജി അല്ലെങ്കിൽ വർക്ക് ആയിരിക്കും. ബിക്കോസ് പവർ ഇസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ പവർ P ഇസ് ഈക്വൽ ടു എനർജി ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ പവർ ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, എനർജിയാണ് കിട്ടുന്നത്. സോ പവർ മൾട്ടിപ്ലൈഡ് വിത്ത് ടൈം ഇസ് എനർജി. സോ വാട്ട് ഇൻറ്റു ഹവർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി യൂണിറ്റ് ഓഫ് എനർജിയാണ്. സോ ദിസ് ഈസ് യൂണിറ്റ് ഓഫ് എനർജി. ഈ കിലോ വാട്ട് അവറിൽ പറയാറുണ്ട്, കിലോ വാട്ട് അവർ, KWH. ആൻഡ് ദിസ് ഇസ് കോൾഡ്, ഓഫ് കോഴ്സ് യൂണിറ്റ്സ് ഓഫ് എനർജിയാണ്. ഇതാണ് എനർജിയുടെ വ്യാവസായിക യൂണിറ്റ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും ഒരു കിലോ വാട്ട് അവർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. SI സിസ്റ്റത്തിൽ നമുക്ക് 1 കിലോ വാട്ട് അവർ, ഒരു കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എനർജിയുടെ വ്യാവസായിക യൂണിറ്റാണ്, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജിയാണ് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കിലോ വാട്ട് അവർ എത്രയാണെന്ന് നോക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഒരു കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻³ ഇതിനെയാണല്ലോ ഒരു കിലോ എന്ന് പറയുന്നത്, അല്ലേ? 1000 ഇതിനെയാണ് ഒരു കിലോ എന്ന് പറയുന്നത്. വാട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വാട്ട് ഒരു ജൂൾ പെർ സെക്കൻഡ് ആണ്. ഇൻറ്റു അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവർ ജൂൾ പെർ സെക്കൻഡ് ആണ്. അവർ എത്രയാണ്? അവർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ അല്ലേ? ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പോൾ എത്ര സെക്കൻഡാണ്? 60 × 60 സെക്കൻഡ്സ്, റൈറ്റ് അല്ലേ? ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 60 × 60. ഇത്രയും സെക്കൻഡ്സുകൾ വരും, ശരിയല്ലേ? ഇത്രയും സെക്കൻഡ്സുകൾ വരും. അപ്പോൾ നോക്കൂ, സെക്കൻഡ് ഇൻവേഴ്സും സെക്കൻഡും ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് ജൂളിലാണ് ഫൈനൽ റിസൾട്ട് വരിക. അപ്പോൾ നോക്കൂ, 60 × 60 3600, 3600, ശരിയല്ലേ?
60 × 60. ഈ കൺവേർഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1 മണിക്കൂർ അവറാണ് ഇവിടെ. ആ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. നമുക്ക് മിനിറ്റിലല്ല കിട്ടേണ്ടത്, സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 60 × 60, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3600 എന്ന് കിട്ടുന്നത്. സോ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 3600 ആണേ. 60 × 60 സെക്കൻഡാണ്. ദാറ്റ് ഇസ് 3600 സെക്കൻഡാണ്. പിന്നെ ഇവിടെ ഒരാളും കൂടെ ഉണ്ടല്ലോ, ആരത്? 10⁻3. ഇപ്പോൾ ഇത്രയും ജൂളാണ്, ശരിയല്ലേ? പെർ സെക്കൻഡും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ അത്രയും ജൂൾ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി 3600 നമുക്ക് ഡെസിമൽ പോയിന്റ് മാറ്റാമല്ലേ? ഇപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പോയിന്റ് നിൽക്കുന്നത്, ഡെസിമൽ പോയിന്റ് നിൽക്കുന്നത്. അപ്പം 1, 2, 3 3 പോയിന്റ് ഇപ്പുറത്ത് കിട്ടാൽ 3.6 എന്ന് എഴുതാം അല്ലേ? ഇവിടെയുള്ള ഡെസിമൽ പോയിന്റിന് 3 പോയിന്റ് ഇപ്പുറത്തേക്ക് മാറ്റുക, 3.6 എന്ന് കിട്ടി. അപ്പോൾ അവിടെ അത്രയും പവർ കൂട്ടി എഴുതണം. 3600 എന്നുള്ളതിനെ 3.6 × 10⁻³ എന്ന് എഴുതാം. ഇൻറ്റു ഇവിടെ ഒരു 10⁻³ കൂടി ഉണ്ട്. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു 3.6 × 10⁻⁶ ജൂൾ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3.6 × 10⁻⁶ ജൂളാണ്. 3.6 × 10⁻⁶ ജൂളാണ് 1 കിലോവാട്ട് അവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെക്കുക. കിലോവാട്ട് അവർ ഇസ് ദ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് എനർജി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് പവർ. പവറിൻ്റെ യൂണിറ്റ് അല്ല വാട്ട് അവറും കിലോവാട്ട് അവറും, എനർജിയുടെ യൂണിറ്റാണ്. പ്രത്യേകിച്ച് കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജിയാണ് കിലോവാട്ട് അവർ. 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3.6 × 10⁻⁶ ജൂളാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ HP അഥവാ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് പവറാണ്. 1 HP എന്ന് പറഞ്ഞാൽ 46 വാട്ടാണ് എന്നും മനസ്സിലാക്കുക. സോ ഇതാണ് ബേസിക്കലി പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഓർ റേറ്റ് ഓഫ് സ്പെൻഡിങ് എനർജി ഇസ് കോൾഡ് പവർ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊളീഷൻ എന്നുള്ളതാണ്. കൊളീഷൻ. സോ വാട്ട് ഈസ് കൊളീഷൻ എന്ന് പറയുന്ന കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാനുണ്ട്. ആക്ച്വലി വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇത് പ്രധാനപ്പെട്ടതല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വർക്ക് എന്താണ്, എനർജി എന്താണ്, പവർ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതിലൊരു എക്സാമ്പിളാണ് കൊളീഷൻ എന്ന് പറയുന്നത്. കൊളീഷൻ ബേസിക്കലി എന്താണ് കൊളീഷൻ? പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം, കൊളൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? 2 വാഹനങ്ങൾ തമ്മിൽ കൊളൈഡ് ചെയ്തു, 2 ബോഡികൾ തമ്മിൽ കൊളൈഡ് ചെയ്തു എന്നതുകൊണ്ട് നമ്മൾ ലിറ്ററലി ഉദ്ദേശിക്കുന്ന അവർ തമ്മിൽ കൂട്ടിമുട്ടി അല്ലെങ്കിൽ കൂട്ടിയിടിച്ചു എന്നാണ്. സോ കൊളൈഡ് ചെയ്യുന്നതിനെയാണ് കൊളീഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഫിസിക്സിൽ കൊളീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിൻ്റെ പ്രസൻസ് കൊണ്ട് മറ്റൊരു വസ്തുവിന് അബ്രപ്റ്റായിട്ട് ചേഞ്ച് ഉണ്ടാവുക. അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളരെ സഡനായിട്ട് ഒരു ചേഞ്ച് വരുന്നതിൻ്റെ, മറ്റു വസ്തുവിൻ്റെ മോഷന് വേറൊരു വസ്തുവിൻ്റെ പ്രസൻസ് കൊണ്ടുണ്ടാകുന്ന അബ്രപ്റ്റ് ചേഞ്ച്, ഇതിനെയാണ് കൊളീഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു വസ്തുവിൻ്റെ പ്രസൻസ് കൊണ്ട് മറ്റൊരു വസ്തുവിൻ്റെ മോഷന് അബ്രപ്റ്റായിട്ട് ചേഞ്ച് സംഭവിച്ചാൽ ആ ചേഞ്ചിനെയാണ് ബേസിക്കലി കൊളീഷൻ എന്ന് പറയുന്നത്. ഈ കൂട്ടിയിടിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഒരു വസ്തു ഇങ്ങനെ സഞ്ചരിച്ചു വരുന്നു, മറ്റൊരു വസ്തു വരുന്നു. ഈ വസ്തുവിൻ്റെ മുകളിൽ കൂട്ടിയിടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ തിരിച്ച് ഈ വസ്തുവിൻ്റെ മുകളിൽ കൂട്ടിയിടിച്ചാൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഈ 2 വസ്തുക്കളുടെയും പാത്തിന് അല്ലെങ്കിൽ മോഷന് പെട്ടെന്നൊരു ചേഞ്ച് സംഭവിക്കും ആ കൂട്ടിയിടിയുടെ ആഘാതം കൊണ്ട്. ഇതിനെയാണ് ഈ ചേഞ്ചിനെയാണ്, ഈ അബ്രപ്റ്റ് ചേഞ്ചിനെയാണ്, അങ്ങനെ ചേഞ്ച് സംഭവിച്ചാൽ ആ പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ കൊളീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ പ്രസൻസ് കൊണ്ട് മറ്റൊരു വസ്തുവിന് അബ്രപ്റ്റായിട്ട് ചേഞ്ച് ഉണ്ടായാൽ ഇൻ ദെയർ മോഷൻ കൊളീഷൻ സംഭവിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കൊളീഷൻ സംഭവിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഉദാഹരണം നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള കൂട്ടി ഇടികളാണ്. കാരണം ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്തൊക്കെ ഗോലി കളിച്ചിട്ടുള്ളവരാണ്. നമ്മൾ ഗോലി കളിക്കുമ്പോൾ നമ്മൾ അറിയാമല്ലോ, എന്താ പറയുക, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള 2 സ്ഫെറിക്കൽ ബോൾസുകളാണിത്. അപ്പോൾ അതൊന്ന് മറ്റൊന്നുമായിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പാത്തിൽ പെട്ടെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് അവസ്ഥയിൽ നിന്ന് അതിന് അബ്രപ്റ്റായിട്ട് ചേഞ്ച് വരും. ഓക്കെ, അപ്പം അതൊരു തരം കൊളീഷനായിട്ട് പരിഗണിക്കാം. വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് കൊളീഷൻ തന്നെയാണ് അല്ലേ? കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറി ആകെ മൊത്തം സിറ്റുവേഷൻസ് ചേഞ്ച് ആവുകയാണ്. ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് കൊളീഷൻ. ഒരു ബോൾ
ഞാൻ അങ്ങനെ ഫ്ലോറിലേക്ക് ഇട്ടു വിചാരിക്കുക. അപ്പോൾ അതെന്താ സംഭവിക്കുക? അങ്ങനെ തട്ടി ബൗൺസ് ചെയ്യും അല്ലേ? ബോൾ ബൗൺസ് ചെയ്യില്ലേ? ഞാനൊരു റിജിഡ് ആയിട്ടുള്ളൊരു ഫ്ലോറിലേക്ക് ഞാനൊരു സാധാരണ റബ്ബർ ബോൾ ഇട്ട് കഴിഞ്ഞാൽ അത് ബൗൺസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കൊളിഷൻ. അത് കൊളിഷനാണ്. കാരണം താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ബോൾ ആ ഫ്ലോറിൽ തട്ടിയ ഉടൻ തന്നെ അബ്രപ്റ്റായിട്ട് അതിനൊരു ചേഞ്ച് സംഭവിക്കുന്നു. ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് കൊളിഷൻ. അതിനെ നമുക്ക് കൊളിഷനായിട്ട് പറയാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് കൊളിഷൻ. പിന്നെ വേറെ എന്തൊക്കെ എക്സാമ്പിൾസ് പറയാം? വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പറഞ്ഞു, ബോൾ വീഴുന്നത് കഴിഞ്ഞു. അല്ലാതെയും എക്സാമ്പിൾസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കൂ, കൊളിഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു വസ്തുവിൻ്റെ പ്രസൻസ് കൊണ്ട് മറ്റൊരു വസ്തുവിൻ്റെ മോഷൻ പെട്ടെന്നായി അല്ലെങ്കിൽ അബ്രപ്റ്റായിട്ട് ചേഞ്ച് ചെയ്തു. ഇതാണ് കൊളിഷൻ എന്ന് പറയുന്നത്. ഈ കൊളിഷൻ നടക്കാൻ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ ആവശ്യം നിർബന്ധമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിലും ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു ബോഡി മറ്റൊരു ബോഡിയുമായിട്ട് ഇടിച്ചിട്ടുണ്ട്, ഒരു ബോഡി ഒരു ഫ്ലോറിൽ വന്ന് തട്ടിയിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് കൊണ്ടാണ് അബ്രപ്റ്റ് ചേഞ്ച് വന്നത്. പക്ഷേ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ളൊരു ഫിസിക്കൽ കോണ്ടാക്റ്റ് കൊണ്ട് അബ്രപ്റ്റ് ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് കരുതരുത്. അല്ലാതെയും സംഭവിക്കാം. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ആൽഫ റേ സ്കാറ്ററിങ്. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ന്യൂക്ലിയസിൻ്റെ അടുത്തുകൂടെ ആൽഫ പാർട്ടിക്കിൾസ് പോകുമ്പം അതിന് സ്കാറ്ററിങ് സംഭവിക്കുന്നതാണ്. ഒരു ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിന് അടുത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും അല്ലേ? ഇങ്ങനെയല്ലേ സംഭവിക്കുക ആൽഫ റേ സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ? കാരണം ദിസ് ഈസ് എ ട്രജക്ടറി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. അത് ന്യൂക്ലിയസിന് അടുത്തേക്ക് വരുമ്പം ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിളും ന്യൂക്ലിയസും തമ്മിലുള്ള റിപ്പൽഷൻ കാരണം അതിൻ്റെ ട്രജക്ടറി മാറുന്നു. നേരെ പോവേണ്ടുന്ന ആൾ ഇങ്ങനെ ഒരു സ്കാറ്റർ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ പോകുന്നു. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് കൊളിഷൻ. ഇത് കൊളിഷനായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയുന്നൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇങ്ങനെ അറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റുകളൊക്കെ കൊളിഷനായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാകുന്നില്ല. സോ ഈവൻ ദോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ കോണ്ടാക്ട് കൊളിഷൻ ക്യാൻ ബി ഒക്കർ. കൊളിഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനൊരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് കൊളിഷൻസ് പറയാനായിട്ട് സാധിക്കും. ദിസ് ഈസ് പോസിബിൾ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കൊളിഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ഉണ്ടാകാൻ എന്തിൻ്റെ ആവശ്യമില്ല? ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ ആവശ്യം നിർബന്ധമായിട്ടില്ല. ഉണ്ടായാലും കൊളിഷൻ നടക്കുന്നുണ്ട്. ഇനി ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെയും എന്ത് സംഭവിക്കാം? കൊളിഷൻ സംഭവിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള കൊളിഷൻസ് സാധാരണ നമ്മൾ കാണുന്നത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ കൊളൈഡ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണുന്നത് സാധാരണ രീതിയിലുള്ള അറ്റോമിക് സ്കാറ്ററിങ്, ന്യൂക്ലിയർ സ്കാറ്ററിങ് പോലുള്ള ഫിനോമിനൻസുകളിലാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ കോണ്ടാക്റ്റ് കാണാൻ സാധിക്കില്ല. കൊളിഷന് മറ്റൊരു ഉദാഹരണം പറയാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ അവിടെ അസ്യൂം ചെയ്യുന്നത് ലൈറ്റ് ഫോട്ടോൺസ്, അറിയാലോ, പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആയിട്ട് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലൈറ്റ് ഫോട്ടോൺസ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് വീഴുമ്പോൾ ആ മെറ്റൽ സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോൺസുകളുമായിട്ട് കൊളൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതൊരു തരം കൊളിഷനായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ബേസിസിലാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതും ഒരു കൊളിഷനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ മനസ്സിലാക്കുന്നതിലും അപ്പുറത്താണ് കൊളിഷൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്നത്. ജസ്റ്റ് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നതോ ഒരു എന്താ പറയുക, ഒരു ബോൾ നിലത്ത് വീഴുന്ന സമയത്ത് റീബൗണ്ട്സ് ചെയ്യുന്നത് മാത്രമല്ല കൊളിഷൻ. ഓഫ് കോഴ്സ് വേറൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ ക്രിക്കറ്റ് ബോൾ കൊണ്ട് അടിക്കുന്ന ക്രിക്കറ്റ് ചെയ്യുന്ന സമയത്ത് ബോൾ ചെയ്യുന്നു, ഒരാൾ ബാറ്റ് ചെയ്യുന്നു, ബാറ്റിൻ്റെ മുകളിൽ ബോൾ വന്ന് അടിക്കുമ്പം അത് അതിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്ത് നിങ്ങൾ 6 or 4 മറ്റെന്തെങ്കിലും അടിക്കുകയാണെന്ന് കരുതുക. ദാറ്റ് ഈസ് കൊളിഷൻ. കാരണം ബോൾ വന്നിട്ട് ഈ ബാറ്റിൻ്റെ മുകളിൽ വന്ന് തട്ടുന്ന സമയത്ത് ബാറ്റ് കൊണ്ട് അതിനെ കിക്ക് ചെയ്യുകയാണ്. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് കൊളിഷൻ. ഫുട്ബോൾ കിക്ക് ചെയ്യുന്നത് ക്യാൻ ബി കൺസിഡേർഡ് കൊളിഷൻ. ഫുട്ബോൾ ഒരു സ്ഥലത്ത് വന്ന് നിർത്തിയിട്ട് നമ്മൾ കാലുകൊണ്ട് കിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാത്തിൽ പെട്ടെന്നൊരു മാറ്റം വരികയാണ്. അതൊക്കെ കൊളിഷനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ കൊളിഷൻ എന്താണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ബോഡിയുടെ പ്രസൻസ് കൊണ്ടോ അല്ലെങ്കിൽ ബോഡി കാരണം കൊണ്ട് മറ്റൊരു ബോഡിക്ക് ഉണ്ടാകുന്ന അബ്രപ്റ്റ് ചേഞ്ച്, ഇതിനെയാണ് കൊളിഷൻ എന്ന് പറയുന്നത്. ഈ കൊളിഷൻ നടക്കാൻ എന്തിൻ്റെ ആവശ്യമില്ല? ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ ആവശ്യമില്ല. വിതൗട്ട് ദ ഫിസിക്കൽ കോണ്ടാക്ട് ദിസ് കൊളിഷൻ ക്യാൻ ബി ടേക്സ് പ്ലേസ്. അല്ലാതെയും നടക്കാൻ സാധ്യതയുണ്ട്. ഇനി കൊളിഷൻസ് പ്രധാനമായും 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷൻ. ഇലാസ്റ്റിക് കൊളിഷൻ. രണ്ടാമത്തത് ഇൻഇലാസ്റ്റിക്
കൊളിഷൻ. അപ്പോൾ ഒന്ന് ഇലാസ്റ്റിക് കൊളിഷനും മറ്റൊന്ന് ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്നുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കൊളിഷൻസിനെ പറയാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇലാസ്റ്റിക് കൊളിഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്, അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഒരു കൊളിഷൻ ഇലാസ്റ്റിക് ആണ് എന്ന് പറയുന്നതിന് കൃത്യമായ ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് അതിൻ്റെ കൈനറ്റിക് എനർജി, രണ്ടാമത്തത് അതിൻ്റെ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം. ഇഫ് ഇറ്റ് ഇസ് ലീനിയർ മോഷൻ, അതിൻ്റെ മൊമെൻറ്റം അതുപോലെ തന്നെ കൈനറ്റിക് എനർജി, ഇത് രണ്ടും കൺസേർവ് ചെയ്തിരിക്കണം. അത് വളരെ റെയറായി നടക്കുന്ന ഒരു കൊളിഷൻ പ്രോസസ്സാണ്. ജനറലി നമ്മൾ ലൈഫിൽ കാണുന്ന ഒരു കൊളിഷൻ അല്ല. മൊമെൻറ്റം കൺസേർവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഈ കൊളിഷൻ നടക്കുന്ന ആ മൊത്തം പ്രോസസ്സിൽ ദ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കറിയാം, ഈ കൊളിഷൻ നടക്കുന്നതിന് 3 സന്ദർഭങ്ങളായിട്ട് കൺസിഡർ ചെയ്യാം. ഒന്ന് ബിഫോർ കൊളിഷൻ, അറ്റ് ദ ടൈം ഓഫ് കൊളിഷൻ, ആഫ്റ്റർ കൊളിഷൻ. ഈ 3 സന്ദർഭങ്ങളിലും 3 സമയത്തും ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം കൺസേർവ്ഡ് ആയിരിക്കും. കൊളിഷന് ശേഷവും കൊളിഷന് മുമ്പും കൊളിഷൻ നടക്കുന്ന സമയത്തടക്കം എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സമയത്തും ഇൻസ്റ്റൻറ്റിലും ഈ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. ആ സിസ്റ്റത്തിൻ്റെ മുഴുവനുമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ സിസ്റ്റത്തിൻ്റെ മുഴുവൻ കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്തിരിക്കും. ഇതാണ് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു സിസ്റ്റത്തിൽ കൊളിഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കൊളിഷൻ നടക്കുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജിയും ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റവും കൺസേർവ് ചെയ്യപ്പെടുന്നു എങ്കിൽ ആ കൊളിഷൻ, അത്തരത്തിലുള്ള കൊളിഷൻസിന് വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കൊളിഷൻ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ നടക്കുന്നില്ല. സോ അത്തരത്തിലുള്ള കൊളിഷൻസിനെയാണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. സോ ഇൻഇലാസ്റ്റിക് കൊളിഷനിൽ കൺസേർവ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ലീനിയർ മൊമെൻറ്റമാണ്, ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം. ദിസ് ഈസ് കൺസേർവ്ഡ് ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ, ബട്ട് കൈനറ്റിക് എനർജി ഈസ് നോട്ട്. കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യപ്പെടുന്നില്ല. കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആൻഡ് ആഫ്റ്റർ കൊളിഷൻ ആൻഡ് ബിഫോർ കൊളിഷൻ സെയിം ആയിട്ട് അല്ലാതെയാവാൻ വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു കൊളിഷൻ നടക്കുമ്പോൾ കൊളിഷന് മുമ്പും കൊളിഷന് ശേഷവും ആ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി തുല്യമായിരിക്കില്ല. കൊളിഷന് മുമ്പേ ഉള്ള കൈനറ്റിക് എനർജി ആയിരിക്കണം എന്നില്ല കൊളിഷന് ശേഷം. ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി, സം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി കുറഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ബിഫോർ കൊളിഷന് മുമ്പ് ഒരു 100 ജൂൾ ഓഫ് കൈനറ്റിക് എനർജി ആ സിസ്റ്റത്തിന് ഉണ്ടെങ്കിൽ ആഫ്റ്റർ ദ കൊളിഷൻ ആ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി 90 ജൂളോ 80 ജൂളോ ആയിട്ട് കുറഞ്ഞു എന്ന് കരുതുക. അപ്പോൾ സെർട്ടൈൻ എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി അവിടെ കാണാനില്ലല്ലോ. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി അപ്പിയേഴ്സ് ആസ് അനദർ ഫോം ഓഫ് എനർജി, മറ്റേതെങ്കിലും ഫോം ഓഫ് എനർജി ആയിട്ട് അത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വഴി എനർജി കൺസേർവ് ചെയ്യുന്നില്ല എന്ന് ആരും കരുതരുത്. എനർജി കൺസേർവ് ചെയ്യപ്പെടുന്നുണ്ട്. എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി സ്പെഷ്യൽ പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, കൃത്യമായി മനസ്സിലാക്കണം. ഒന്നുകൂടി പറയാം, ഒരു കൊളിഷൻ നടക്കുമ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളിഷന് മുമ്പും കൊളിഷന് ശേഷവും ആ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി തുല്യമായിട്ടാണെന്ന് കരുതുക. ബിഫോർ കൊളിഷൻ സർട്ടൈൻ എമൗണ്ട് ഓഫ് എനർജി, ആഫ്റ്റർ കൊളിഷൻ കിട്ടുന്ന എനർജി രണ്ടും സെയിം. സോ ടോട്ടൽ എനർജി ഓഫ് കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ബിഫോർ ആഫ്റ്റർ സെയിം ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത്തരം കൊളിഷൻസ് ആണ് ഇലാസ്റ്റിക് കൊളിഷൻസ്. എന്നാൽ ഈ കൊളിഷൻ നടക്കുമ്പോൾ കൊളിഷന് മുമ്പും കൊളിഷന് ശേഷവും കൈനറ്റിക് എനർജി ഈക്വൽ അല്ല. ഇനീഷ്യൽ കൈനറ്റിക് എനർജി കൂടുതലാണ്, ഫൈനൽ കൈനറ്റിക് എനർജി കുറവാണ് എന്ന് കരുതുക. അപ്പോൾ ഈക്വൽ അല്ലല്ലോ. അത്തരം കൊളിഷൻസുകൾ അവരെയാണ് നമ്മൾ ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എന്ത് കൺസേർവ്ഡ് ആയിരിക്കണം? മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കണം. കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. ലീനിയർ മൊമെൻറ്റം അവിടെയും കൺസേർവ് ചെയ്തിരിക്കണം. അത്തരം കൊളിഷൻസുകളാണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻസുകൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചോദ്യം അറൈസ് ചെയ്യും, ഈ കൈനറ്റിക് എനർജി ഫൈനലും ഇനീഷ്യലും ഈക്വൽ അല്ലെങ്കിൽ അപ്പോൾ സർട്ടൈൻ എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി നഷ്ടപ്പെടില്ലേ? അതെന്ത് സംഭവിച്ചു? അത് മറ്റേതെങ്കിലും ഫോം ഓഫ് എനർജിയായി മാറിയിട്ടുണ്ടായിരിക്കും. കാരണം എനർജി ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യമല്ല, നശിപ്പിക്കുവാൻ സാധ്യമല്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഫോമിലുള്ള കൈനറ്റിക് എനർജി മറ്റേതെങ്കിലും ഫോമിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കുക, ഇലാസ്റ്റിക് കൊളിഷനും ഇൻഇലാസ്റ്റിക് കൊളിഷനും ഇത്തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. കൃത്യമായി മനസ്സിലാക്കണം,
ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം, ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം, രണ്ടും കൺസേർവ് ചെയ്യുന്ന കൊളിഷൻസുകൾ അവരാണ് ഇലാസ്റ്റിക് കൊളിഷൻസുകൾ. എന്നാൽ ടോട്ടൽ മൊമെൻറ്റം മാത്രം കൺസേർവ് ചെയ്യുന്നു, കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കൊളിഷൻസ് ഏതായിരിക്കും? ഇൻ ഇലാസ്റ്റിക് കൊളിഷൻസ് ആയിരിക്കണം. ഇനി ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, രണ്ടിലും കൺസേർവ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്ന് അല്ലേ? ഇലാസ്റ്റിക് കൊളിഷനിലും ഇൻ ഇലാസ്റ്റിക്കിലും കൺസേർവ് ചെയ്യപ്പെടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, റിമെയിൻസ് ദ സെയിം ആയിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ് നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ലീനിയർ മൊമെൻറ്റം. റൈറ്റ്? ലീനിയർ മൊമെൻറ്റം ഇലാസ്റ്റിക് കൊളിഷനിലും കൺസേർവ്ഡ് ആണ്, ഇൻ ഇലാസ്റ്റിക് കൊളിഷൻസിലും ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ലീനിയർ മൊമെൻറ്റം മാത്രമല്ല, ഐ സേ ടോട്ടൽ എനർജി അതും കൺസേർവ്ഡ് ആയിരിക്കും. നോട്ട് കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി അല്ല ഞാൻ പറയുന്നത്, ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം അത് ഇലാസ്റ്റിക്കിലും കൺസേർവ്ഡ് ആയിരിക്കും, ഇൻ ഇലാസ്റ്റിക്കിലും കൺസേർവ്ഡ് ആയിരിക്കും. അത് കൊളിഷനിലല്ല, ഏത് സിസ്റ്റത്തിൻ്റെയും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അത് ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിലും ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിലും ഈ മൊമെൻറ്റത്തിന് പുറമെ, ഇൻ അഡീഷൻ ടു ദ ലീനിയർ മൊമെൻറ്റം, ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം കൺസേർവ്ഡ് ആയിരിക്കും. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത്. ഇനി ഇതിനുള്ള ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഇലാസ്റ്റിക് കൊളിഷൻസ് ആയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ പരിഗണിക്കുന്നത്, ഞാനിവിടെ പറഞ്ഞ പോലുള്ള ആൽഫ റേ സ്കേറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ഒരു ഇലാസ്റ്റിക് കൊളിഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അണ്ടർ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളിഷൻ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം, ടോട്ടൽ കൈനറ്റിക് എനർജി ഇസ് കൺസേർവ്ഡ്. ഇനി ഇത് മാത്രമല്ല, അറ്റോമിക് കൊളിഷൻസുകൾ, ആറ്റംസുകളുമായിട്ടുള്ളത്, അതുപോലെ തന്നെ മൊളിക്യൂൾസുകളുടെ ലെവലിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ലെവലിലൊക്കെയുള്ള അറ്റോമിക് സ്കാറ്ററിങ്ങുകൾ, അറ്റോമിക് കൊളിഷൻസുകൾ, ഇവയെല്ലാം സാധാരണ രീതിയിൽ എന്തായിട്ടാണ് പരിഗണിക്കാറുള്ളത്? ഈ ഇലാസ്റ്റിക് കൊളിഷൻസുകളായിട്ടാണ് പരിഗണിക്കാറുള്ളത്. ഇൻ സച്ച് കൊളിഷൻസ് ടോട്ടൽ ലീനിയർ മൊമെൻറ്റം, ടോട്ടൽ കൈനറ്റിക് എനർജി ഇസ് കൺസേർവ്ഡ്. ഞാൻ നേരത്തെ നിങ്ങളോട് ഉദാഹരണം പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇലാസ്റ്റിക് കൊളിഷൻ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇലാസ്റ്റിക് കൊളിഷൻ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അവിടെ എനർജി കൺസേർവ് ചെയ്യപ്പെടുന്നുണ്ട് ആൻഡ് മൊമെൻറ്റം കൺസേർവ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അസംഷൻ. ഇനി ഇൻഇലാസ്റ്റിക് കൊളിഷൻസുകൾ, ഇത് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന കൊളിഷൻസുകളൊക്കെ ഇൻഇലാസ്റ്റിക് കൊളിഷൻസുകളായിട്ടാണ് നമുക്ക് പരിഗണിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ ക്രിക്കറ്റ് ബോൾ ബാറ്റുമായിട്ട് കൂട്ടിയിടിക്കുന്നത്, ഫുട്ബോൾ ബോളിനെ കിക്ക് ചെയ്യുന്നത് തുടങ്ങി നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള അബ്രപ്റ്റ് ചേഞ്ചുകളും കൊളിഷൻസുകളും നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? ഇൻ ഇലാസ്റ്റിക് കൊളിഷൻസ് ആയിട്ട് ആണ് കൺസിഡർ ചെയ്യാറുള്ളത്. പ്രാക്ടിക്കൽ കൊളിഷൻസ് അതെല്ലാം എന്താണ്? ഇൻ ഇലാസ്റ്റിക് കൊളിഷൻസുകളായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അവിടെ മൊമെൻറ്റം ആണ് കൺസേർവ് ചെയ്യപ്പെടുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ഫ്ലോറിൽ ഒരു കല്ല്, ഒരു ബോൾ ഇങ്ങനെ വീഴുകയാണെന്ന് വിചാരിക്കുക. ഞാൻ അത്രയും ഹൈറ്റിൽ നിന്നൊരു ബോൾ താഴേക്ക് ഇട്ടു. ഞാൻ ഈ പറയുന്നത് മൊമെൻറ്റവും എനർജിയും കൈനറ്റിക് എനർജിയും ഒക്കെ കൺസേർവ് ചെയ്യപ്പെടുന്നു എന്ന് കരുതുക. ഈ വീഴുന്ന ഇവിടെ തട്ടുന്ന സമയത്ത് റീബൗണ്ട് ചെയ്യുമല്ലോ, ആ കൊളിഷൻ ഒരു ഇലാസ്റ്റിക് കൊളിഷൻ ആയിരുന്നു എങ്കിൽ അതിൻ്റെ ബോൺസ് ഇങ്ങനെയായിരിക്കും. അത്ര ഹൈറ്റിൽ തന്നെ പൊന്തി വീണ്ടും തട്ടി, അത്ര ഹൈറ്റിൽ തന്നെ പൊന്തി വീണ്ടും തട്ടി, അത്ര ഹൈറ്റിൽ തന്നെ പൊന്തി വീണ്ടും തട്ടി, ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ശരിയല്ലേ? കാരണം ഓരോ തവണ അത് സർഫസിൽ തട്ടുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി, ടോട്ടൽ മൊമെൻറ്റം ഇവയൊക്കെ കൺസേർവ് ചെയ്യപ്പെടുന്നു എങ്കിൽ ഡെഫിനറ്റ്ലി എത്ര അതിലാണോ തട്ടിയിട്ട് ഉയരുന്നത്, അത് എത്ര ഹൈറ്റിലാണോ വിട്ടത് അതേ ഹൈറ്റിലേക്ക് ഉയരുന്നത് കാണാൻ പറ്റും. വീണ്ടും തട്ടുന്നു, അതേ ഹൈറ്റിൽ ഉയർന്നു പൊന്തുന്നത് കാണാൻ പറ്റും. വീണ്ടും മരത്തിലൊന്ന് തട്ടിയിട്ട് വീണ്ടും പൊന്തി, ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു കൊളിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് നമുക്കറിയാം, ഇങ്ങനെ നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ കാണാറില്ല. നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സാധനം താഴേക്ക് വന്ന് വീണ് കഴിഞ്ഞ ശേഷം അത്ര പൊന്താറില്ല, കുറച്ചേ പൊന്താറുള്ളൂ. വിച്ച് മീൻസ് ഡ്യൂറിങ് ദാറ്റ് കൊളിഷൻ certain amount of energy is lost. ഊർജ്ജം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കൈനറ്റിക് എനർജി എസ്പെഷ്യലി, ഐ എം ടോക്കിംഗ് അബൌട്ട് കൈനറ്റിക് എനർജി, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഹൈറ്റിൽ പൊന്താൻ പറ്റാഞ്ഞത്. എ ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ഈസ് ലോസ്റ്റ്. അടുത്ത തവണ തട്ടുമ്പോഴോ അത്രയും ഉണ്ടാവില്ല, അതിനേക്കാളും ചെറുതായി ഉണ്ടാവും. വീണ്ടും ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ഈസ് ലോസ്റ്റ്. ഡ്യൂറിങ് അനദർ കൊളിഷൻ ദ ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ഈസ് അഗെയിൻ ലോസ്റ്റ്. സോ ഓരോ തവണ ഈ ബോൾ വന്ന് ഇതിൻ്റെ ഫ്ലോറിൽ തട്ടുന്ന സമയത്തും certain amount of kinetic energy ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇൻ സച്ച് കേസ് ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരും. ഇതാണ് നമ്മൾ കാണുന്ന പ്രാക്ടിക്കൽ കൊളിഷൻസ് എന്നുള്ളത്. അത് ഇൻഇലാസ്റ്റിക് ആണ്. ദ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ് മേ ബി, ബട്ട് കൈനറ്റിക് എനർജി ഇസ് നോട്ട് കൺസേർവ്ഡ്. ദാറ്റ്സ് വൈ ദ ഹൈറ്റ് ഇസ് ഗ്രാജുവലി ഡിക്രീസ് ഡ്യൂറിങ് ഈച്ച് റീബൗണ്ട്സ്. ഓരോ തവണ റീബൗണ്ട്സ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരുന്നതിനുള്ള റീസൺ ഇതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇലാസ്റ്റിക് കൊളിഷൻ ആയിരുന്നുവെങ്കിൽ ഇതേ ഹൈറ്റിനെ കീപ്പ് ചെയ്യുമായിരുന്നു.
അത് ഇൻഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഹൈറ്റ് കുറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പം കൃത്യമായി മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ കാണാറുണ്ട്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് എന്താണ് കൊളിഷൻസ്. കൊളിഷൻ നടക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇലാസ്റ്റിക്കും മറ്റൊന്ന് ഇൻഇലാസ്റ്റിക്കുമാണ്. അതിനുള്ള കണ്ടീഷൻസ് എന്താണ്? കൈനറ്റിക് എനർജി മൊമെൻറ്റം കൺസേർവ് ചെയ്യുന്നതിനെ ഇലാസ്റ്റിക് കൊളിഷൻ എന്നാണ് പറയുക. മൊമെൻറ്റം മാത്രം കൺസേർവ് ചെയ്യുന്നതിനെ ഇൻഇലാസ്റ്റിക് എന്നാണ് പറയുക. വാട്ട് ഈസ് ദീസ് ടു തിങ്സ്? കൃത്യമായി ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. എക്സാമ്പിൾസുകൾ മനസ്സിലാക്കി പഠിക്കുക.